അയ്യോ ദേവൻ തുണി എടുത്ത് പോയി. അയ്യോ എടാ എന്റെ സാന്റിയെ ശല്യപ്പെടുത്തുകയാണോ നീ? ഏത് ശാന്തി? എനിക്കങ്ങനെ ഒരു ശാന്തി അറിയത്തില്ല. ഇതാണ് എന്റെ സാന്റി, എന്റെ പെറ്റ്. ഇവൻ ഞങ്ങൾ തുടയ്ക്കുന്ന തുണിയും കടിച്ചു പിടിച്ചോണ്ട് ഓടാറുണ്ട്. സോറി, ഇവൻ ഭയങ്കര വികൃതിയാണ്. സോറി പറയ്. സോറി. അല്ല, അതിന് ഞാൻ എന്തിനാ സോറി പറയുന്നേ? നിങ്ങളല്ല, സാന്റി സോറി പറയും. പറയും. ഇവന് നല്ല സ്നേഹമുണ്ടല്ലോ. അല്ലെങ്കിൽ പെറ്റ്സിന് നല്ല സ്നേഹമായിരിക്കുമല്ലോ. ഹായ്. പെറ്റിനെ കിട്ടി. ഞാൻ പറഞ്ഞതല്ലേ ഇത് ഹണിയാണ്, അവൻ പെറ്റിനെ കൊണ്ടേ വരൂന്ന്. എനിക്കിഷ്ടപ്പെട്ട ഗ്രീൻ. ഹണി, വേഗം അവനെ പോയി തടയേ. പോപ്പട്ടെ, നീ പേടിക്കണ്ട, അവൻ നിന്നെ ഒന്നും ചെയ്യില്ല. ജില്ലു, നീ അകത്തേക്ക് പോ. ഞാൻ ഈ അങ്കിളിന്റെ കൂടെ ഓടി കളിക്കുമായിരുന്നു. കണ്ടില്ലേ, ഞാൻ എത്ര നല്ല പെറ്റിനെ കൊണ്ടുവന്നിരിക്കുന്നേ. എടാ, നീ പെറ്റിനെയാണോ അതോ എന്നെ ഈ ലോകത്തുനിന്ന് പറഞ്ഞു വിടാനുള്ള ഗേറ്റിനെയാണോ കൊണ്ടുവന്നിരിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ പോപ്പട്ടെ, ഈ ദിവസം നിനക്ക് അത്ര നല്ലതല്ലെന്ന്. എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ പണ്ണി? ഹണി, നീ ലേറ്റ് അല്ല. നമ്മുടെ വീട്ടിൽ ഇന്ത്യ ഗേറ്റ് ഇല്ല, അതുപോലെ ഇത് പെറ്റുമല്ല. അപ്പൊ പിന്നെ എന്താ? ഇത് വേട്ടക്കാരനാണ്. നിന്നെ ഉപയോഗിച്ച് നമ്മുടെ പോപ്പട്ടിനെ വേട്ടയാടാൻ വന്നിരിക്കുകയാണ്. എന്റെ ലവർ സഫീന പോലും എന്നെ ഇത്ര ഇൻസൾട്ട് ചെയ്തിട്ടില്ല. എന്റെ ടൈഗർ പപ്പയാണ് സത്യം. ഞാൻ ഒരു നിമിഷം ഇനി ഇവിടെ നിൽക്കില്ല. നീ ഈ വീട്ടിൽ തന്നെ നിൽക്കും. ഇതേ എന്റെ കൂടി വീടാണ്. നീ ഈ വീട്ടിൽ നിൽക്കുന്നത് തടയാൻ വരുന്നത് ആരാണെന്ന് എനിക്കൊന്ന് കാണണം. വാവ്, എന്റെ പ്രിയപ്പെട്ട ഗ്രീൻ. ഇന്ന് ഗ്രീൻ വെജിറ്റബിൾ കഴിച്ച് ഹെൽത്ത് ഉണ്ടാക്കും ഞാൻ. വാവ്. കണ്ടോടാ, കണ്ണു നിറച്ച് കണ്ടോടാ, അവൻ എന്നെ തിന്നാൻ വേണ്ടിട്ടാ ഇങ്ങോട്ട് വന്നത്. വാവ്, എനിക്ക് ഇഷ്ടപ്പെട്ട ടോയ്. എനിക്ക് ഉറക്കം വരുന്നേ ഇല്ല. ഞാൻ ഈ ടോയ് കൊണ്ട് കളിച്ചോളാം. നിങ്ങളെല്ലാരും ഉറങ്ങിക്കോ. എത്ര ക്യൂട്ടായി ഇവൻ. വാ, നിനക്ക് കളിക്കാൻ ഞാൻ കമ്പനി തരാം. എന്റെ പോപ്പട്ടെ, നീ ഈ പാവത്തിനാണല്ലോടാ സംശയിച്ചേ. മന്ദബുദ്ധിയായ സുഹൃത്തിനേക്കാളും നല്ലത് ബുദ്ധിമാനായ ശത്രുവാണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. സംശയമുണ്ടോ? ഒരു സംശയമില്ല, ഇപ്പൊ നിന്റെ അടുത്ത് രണ്ടും ഉണ്ട്. അയ്യോ, എങ്ങോട്ടാ പോയത്? സേഫ്റ്റിക്ക് വേണ്ടി കൂടെ കൊണ്ട് നടക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. നീ ആയുധം അന്വേഷിച്ചു കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടുപിടിച്ചിരിക്കുന്നു. മതി, നിർത്ത്. ഇനി എന്റെ ക്ഷമ പരീക്ഷിക്കാൻ നിൽക്കരുത്. ഇനി നീ എന്റെ ക്ഷമ പരീക്ഷിക്കാൻ നോക്കിയ നിന്നെ പറക്കാനോ നടക്കാനോ പറ്റാത്ത അവസ്ഥയിലാക്കി ഞാൻ. സംശയമുണ്ടോ? ഇത് നിന്റെ അവസാനത്തെ ഭീഷണിയാണ്. ഹണിയുടെ ഈ പെറ്റ് നിന്നെ ഇന്ന് വയറ്റിലാക്കാൻ പോവുകയാണ്. ഇവിടെ കളിക്കുവാണല്ലേ? വാ, നിന്നെ കുളിപ്പിക്കാനുള്ള സമയമായി. ചേട്ടാ, 3 ചായ എടുത്തോ. കട്ടിങ്. അതെന്തിനാ 3? പോപ്പട്ട് കട്ടിങ് കുടിക്കില്ലേ? അല്ല, ഇന്ന് പോപ്പട്ടിന് കട്ടിങ് കുടിക്കാനല്ല, കട്ടിങ് സ്പെഷ്യൽ മസാജ് ചെയ്യിക്കാനുള്ള ദിവസമാണ്. ചേട്ടാ, ഇവൻ തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും തല്ലിയത്. അതെ, ഇവനെ ഗജുവിനെ തല്ലും. അയ്യോ, അത് പിന്നെ എന്റെ സ്ഥലത്ത് പൂച്ച പോലും പുലിയായി മാറും. ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് നേറ്റുവിട്ട് നോക്കാം, അതും അടുത്ത വർഷം. പോപ്പട്ട് ഭായ്, ഇവിടെ ഗജു പട്ടേലിനെ തറ പറ്റിക്കാനല്ലേ വന്നേ? അത് ഇന്ന് തന്നെ ആയിക്കോട്ടെ. എടാ ഗജു, നീ ചെയ്യുന്ന ഒട്ടും ശരിയല്ല. നീ സ്വീറ്റിയുടെ മുമ്പ് വെച്ച് തല്ലിക്കഴിഞ്ഞാ ഉടയുന്നത് ഹൃദയമായിരിക്കും. ഹൃദയത്തിലുണ്ടാവുന്ന മുറിവ് തലച്ചോറിലായിരിക്കും പതിയുന്നത്. പിന്നീട് പോപ്പട്ടായാലും മനുഷ്യനായാലും അവൻ പകരം വീട്ടിയിരിക്കും. നീ തല്ലാൻ വരുന്നത് ഒട്ടും ശരിയല്ല.
എവിടുത്തെ ഗുണ്ടയാടാ നീ? ഈ സ്ഥലം എന്റെയാ. ചലഞ്ച് ചെയ്ത് നീയും. എന്നിട്ട് ഞാൻ തല്ലിക്കഴിഞ്ഞാൽ ശരിയാകത്തില്ലെന്നാണോ നീ പറയുന്നേ? എടാ കുരുത്തം കെട്ട ഗജു, നീ ഇപ്പൊ ഇനി ആരായാലും ഈ പോപ്പട്ടിനോട് ഏറ്റുമുട്ടാൻ മാത്രം അത്ര വലിയ ഗുണ്ടയൊന്നുമല്ല. നിനക്കിപ്പോ ഈ assistant തന്നെ ധാരാളം. സംശയമുണ്ടോ? നീ എന്തുപടി കാണിക്കുന്നേ? മധുരം കൊടുക്കേണ്ടത് എങ്ങനെയാന്ന് പോലും അറിയില്ലേ? അയ്യോ ക്രീം മൊത്തം പുറത്തു വന്നല്ലോ. ഞാനത് വേഗം തുടച്ചു തരാം. തമാശ. എന്റെ വെല്ലുവിളിയുടെ കൈവെക്കും അല്ലേ? രണ്ട് മുതിർന്ന ആൾക്കാർ തമ്മിൽ സംസാരിക്കുമ്പോ ഇളയവർ ഒരിക്കലും അതിനിടയിൽ കയറാൻ പാടില്ല. എന്ത് ഗുണ്ടയാടാ നീ? നീ ഒന്നും ചെയ്യുന്നേ ഇല്ലല്ലോ. ഗജു, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പോപ്പട്ടിനെ ഒന്ന് തല്ലോ. പോപ്പട്ടെ, വാ തുറക്ക്. കലക്കി പോപ്പട്ടെ. അയ്യോ അങ്ങോട്ട് നോക്കിയേ. ഇതിപ്പോ ഇയാളൊരു ഷോട്ടിൽ തന്നെ നേക്കഡായി പോയല്ലോ. സോറി അനിയ, സോറി. നിർത്ത. നീയാണ് ഈ ഏരിയയിലെ ഗുണ്ട. എന്നെ വിട്ടേക്ക്. ഞാൻ ഈ നഗരം തന്നെ വിട്ടേക്കാം. ഇനി മര്യാദക്ക് ഞാൻ പറയുന്നത് അനുസരിച്ചോ. ചെയ്ത തെറ്റിന് സ്വീറ്റിയോട് മാപ്പ് പറയണം. അയ്യോ ഇതെന്ത് കൊന്നവാ? ഞാൻ കമന്റ് അടിച്ചില്ലല്ലോ. പിന്നെ എന്തിനാ മാപ്പ് പറയുന്നേ? എന്റെ സിസ്റ്ററെ, ഞാൻ ചിലപ്പോ കവിത ചൊല്ലും, പാട്ട് പാടും. പക്ഷെങ്കിൽ ഞാൻ ഇനി ഒരിക്കലും ഗുണ്ടാപ്പണി ചെയ്യത്തില്ല. തണുത്ത കാറ്റടിക്കുമ്പോ നല്ല രസമുണ്ട്. സോർദാറെ, നീ എന്തൊരു മണ്ടനാടാ. തണുത്ത കാറ്റടിക്കുന്ന AC ഒന്നും ഇല്ലല്ലോ. എന്റെ ഹണി, കാട്ടിലെ തണുത്ത കാറ്റ് വീശേണ്ട കാര്യം അവൻ പറഞ്ഞേ. വെറുതെ മണ്ടത്തരം എഴുന്നള്ളിക്കല്ലേ. അപ്പൊ പിന്നെ കാട്ടിൽ AC ഇല്ലെന്നുണ്ടെങ്കിൽ തണുത്ത കാറ്റ് എവിടുന്നാ വീശുന്നേ? വലിയ മത്സരങ്ങൾ ജയിക്കാൻ ഈസി ആയിരിക്കും, പക്ഷെ ഹണിയുടെ മുമ്പിൽ ജയിക്കുക ബുദ്ധിമുട്ടാണ്. സംശയമുണ്ടോ? ഞാൻ ലോജിക്കിന്റെ കാര്യമാണ് പറഞ്ഞത്. ദാ നോക്കിയേ, സ്വീറ്റിയും അവിടെ ഉണ്ട്. ഇനി ചിലപ്പോ അവളും കാറ്റുകൊള്ളാൻ വേണ്ടി വന്നതായിരിക്കോ? സ്വീറ്റിയോ? അല്ല, ഇവളുടെ ഉദ്ദേശം എന്താ? വേണ്ട. നീ എന്തായി ചെയ്തത്? ജീവിതം എന്നത് ദൈവം തന്ന ഒരു മനോഹരമായ പുസ്തകമാണ്. ജീവനുണ്ടെങ്കിലേ ജീവിതം ഉണ്ടാവൂ. നീ എന്തിനാ സ്വീറ്റി ഇങ്ങനെ ചെയ്തത്? സ്ട്രെസ്സിലായതുകൊണ്ട്. അതിന് ഇങ്ങനെ എടുത്ത് ചാടേണ്ട കാര്യമുണ്ടോ? ഇതുപോലെ ഒരു ജീവിതം ഇനി കിട്ടിയെന്ന് വരില്ല. സംശയമുണ്ടോ? ഒരു നിമിഷം നീ ചിന്തിച്ചോ, നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്റെ അതായത് ഞാൻ ഉദ്ദേശിച്ചത് നിന്റെ ഫാമിലിയുടെ അവസ്ഥ എന്താവുമായിരുന്നു? ഒന്നും മിണ്ടാതിരിക്കാമോ നീ? കുറെ നേരമായി സാഹിത്യം തുടങ്ങിയിട്ട്. എനിക്ക് സ്ട്രെസ് ഉള്ള സമയത്തൊക്കെ ഞാൻ ഇവിടെ വന്ന് താഴേക്ക് ചാടാറുണ്ട്. ഇങ്ങനെ താഴേക്ക് പോകുമ്പോ എന്റെ സ്ട്രെസ് കുറഞ്ഞു കിട്ടും. പോപ്പട്ടെ, സ്വീറ്റിക്ക് പറക്കാൻ പറ്റുന്നുള്ള കാര്യം നീ മറന്നുപോയോ? സോറി. എന്താ ചെയ്യുന്നത്? എന്തിനാ ഞാൻ തല്ലിയത്? വേഷം കണ്ടപ്പോ നീയാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയി. നീ ശരിക്കുള്ള ഗുണ്ടയാണെന്ന് ഞാൻ വിചാരിച്ചത്. എടാ കരുതേ, ഇവിടെ വേറെ ആരുമില്ല. നമ്മൾ 4 പേരുമാ ഗുണ്ടയായിട്ടുള്ളത്. അതും സ്വീറ്റിയുടെ സ്റ്റോറിക്ക് വേണ്ടി. ബോട്ട് വരുന്നുണ്ട്. നേച്ചർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇന്നത് തിരിച്ചു കൊടുക്കാനുള്ള സമയമാണ്. അതുകൊണ്ട് എല്ലാവരും നാച്ചുറൽ ആയിട്ട് ആക്ട് ചെയ്യണേ. എടാ, നിന്റെ ജ്ഞാനത്തിന് ഒരു ലിമിറ്റും ഇല്ലേ? ഞങ്ങളുടെ തലയുടെ കൺട്രോൾ വിട്ടു പോകുന്നുണ്ട്. എല്ലാരും തലകറങ്ങി വീണ് കഴിഞ്ഞാ പിന്നെ ആരാ പോയി ആക്ട് ചെയ്യാ? അപ്പറഞ്ഞ ശരിയാ. ആരാണ് പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ക്രൈമുകൾ അവസാനിച്ചുവെന്ന്? ദാ നോക്കൂ, എത്ര തകൃതിയായിട്ടാണ് സ്മഗ്ലിംഗ് നടക്കുന്നതെന്ന്. ഇത് കാണിക്കുന്നത് ഞാൻ, റിപ്പോർട്ടർ സ്വീറ്റി, ക്യാമറ പേഴ്സൺ പിങ്കിയോടും. നരസിംഹ റാവു,
നിനക്കെന്താ വേഷം കണ്ടിട്ട് മനസ്സിലായില്ലേ? ഗുണ്ടയാടാ ഗുണ്ട. നീക്ക് എന്തോടാ ഈ പറയുന്നേ? ഗുണ്ടകള് ഞങ്ങള്. അപ്പൊ പിന്നെ ഞങ്ങളാരാ? അതല്ലടോ ഞങ്ങളും ചോദിച്ചത്. ഈ ഞങ്ങളാണ് സ്മഗ്ലർ. പറയുന്നത് മനസ്സിലാക്ക്. സ്വീറ്റ് ഇത് റിയൽ ആക്കാൻ വേണ്ടി 2 ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നിവരാണ്, രണ്ടാമത്തെ ടീം നമ്മളും. എന്നിട്ട് ഈ സാധനങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകും. മരമാക്രി ഞങ്ങളുടെ സാധനങ്ങൾ മോഷ്ടിക്കാൻ വന്നാണോ? ഞങ്ങൾ എത്ര വലിയ ഗുണ്ടകളാണെന്ന് നിനക്കൊക്കെ ഇപ്പൊ കാണിച്ചു തരാം. ഒന്ന് പോടേ. നിനക്കൊക്കെ ജീവൻ വേണമെങ്കിലേ വേഗം ഓടി രക്ഷപ്പെടാൻ നോക്ക്. പോടാ. ഈ സാധനങ്ങൾ ഞങ്ങൾ പൊക്കും. സംശയമുണ്ടോ? സ്വീറ്റി, ദേ അങ്ങോട്ട് നോക്കിയേ. എന്താ ആ ബോട്ടിൽ നടക്കുന്നേന്ന്? എടാ ചെങ്കണ്ണ, ഇവന്മാരെ ചരക്ക് വണ്ടി കയറി കൊണ്ട് പോക്കോ. എന്റെ ഹണി, നീ ഇങ്ങനെയാണോ ഇവനെ കുളിപ്പിക്കുന്നേ? നന്നായി വൃത്തിയാക്കില്ലെങ്കിലേ പിന്നെ അസുഖങ്ങളൊക്കെ വരും. ഇവന്റെ ദേഹത്ത് അണുക്കളൊക്കെ ഉണ്ടാവും. പിന്നെ ആരും ഇവന്റെ അടുത്ത് പോലും വരില്ല. അയ്യോ വേണ്ട, അങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ല. ആ എന്നാ പിന്നെ ഞാൻ കുളിപ്പിക്കാം. വെള്ളം ഒഴിച്ചാ മതി. ദാ കഴിഞ്ഞു. ഇനി നന്നായി പിഴിഞ്ഞു കൊടുക്കാറുണ്ടോ? എടാ നീ എന്താണ് ഈ കഴിപ്പിക്കുന്നത്? പെറ്റ്സിന് എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഫുഡേ കൊടുക്കാവൂ. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല ഇതെന്തോന്നാ? ക്യാരറ്റും ബീട്രൂട്ടും ഇട്ട് ഉണ്ടാക്കിയ ഹൽവയാണ്. ഇത് കണ്ടോ, ഇത് നല്ല എനർജിയാണ്. ആ എന്നാ പിന്നെ നീ കഴിപ്പിക്കേ, ഞാൻ പോയി കുളിച്ചിട്ട് വരാം. നിനക്ക് ഞങ്ങളുടെ പോപ്പട്ടിനെ തിന്നണം അല്ലേ? ആദ്യം ഈ ചുമന്ന മുളകുള്ള ചട്നി ഒന്ന് നോക്ക്. ഡിന്നറിന് നിനക്ക് ഞാൻ പേസ്ട്രി ഉണ്ടാക്കി തരാം. നിനക്ക് ഇഷ്ടപ്പെട്ട ഗ്രീൻ. വാവ്, ഇവരെല്ലാവരും കൂടെ ചേർന്ന് എന്റെ ദേഹത്ത് മസാല പുരട്ടുന്നതിന് മുമ്പ് എനിക്ക് ആ പോപ്പട്ടിനെ മസാല ഇല്ലാതെ തിന്നേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. സ്ട്രോബെറി ഷേക്ക്. അല്ലെങ്കിലും ചില സമയങ്ങളിൽ ദൈവം നമുക്ക് ചിലത് തരുമ്പോ മനസ്സ് നിറഞ്ഞായിരിക്കും തരുന്നത്. അതാണിത്. സംശയമുണ്ടോ? ഞങ്ങള് കള്ളനും പോലീസും കളിക്കുവാണ്. പക്ഷെ അവര് പറക്കുന്നത് മുകളില. പിന്നെ ഞാൻ എങ്ങനെയാ പിടിക്കുക? നീ കഴുതയാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരാം. എടാ കഴുത, അവൻ നമ്മുടെ പോപ്പട്ടിനെ തിന്നാൻ വേണ്ടി പുറകെ കൂടിയിരിക്കുക. പോപ്പട്ടെ, കന്നാസാറിന്റെ വീട്ടെ ജനൽ സ്കെച്ചിട്ട് പറഞ്ഞോ. ഇന്ന് പോപ്പട്ടിന്റെ പണി തീരുന്ന തോന്നുന്നത്. എന്റെ പോപ്പട്ടിനൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്തൊരു ഉന്നമാണ്. പോയി ഒളിമ്പിക്സിൽ ട്രൈ ചെയ്തൂടെ? പോപ്പട്ടെ, നീ ആ കയറ് പൊട്ടിച്ച് ഇങ്ങോട്ട് വാ. ഞാൻ ഒളിമ്പിക്സിൽ എത്തുന്നത് എത്താതിരിക്കുന്നത് അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇന്ന് ഉറപ്പായിട്ട് ഞാൻ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കും. ഫിലിം സ്റ്റാർസ് എന്ന് പറഞ്ഞപ്പോ ഡയലോഗ് അടിക്കാൻ തട്ടുകൊടുത്തിട്ട് പുറത്തേക്ക് വലിച്ചെറിയ.
മജനോ, എടാ മജനോ, എന്താ ഭായി സമാധാനത്തോടെ അടികൊള്ളാനും സമ്മതിക്കില്ലേ നിങ്ങള്? നീയൊക്കെ ഇത് ആരെയാടാ കൊണ്ടുവന്നിരിക്കുന്നത്? ഇവന്മാര് ഞങ്ങളെ എത്ര പ്രാവശ്യം അകത്താക്കിയതാണെന്ന് നിനക്കറിയാമോ? എന്റെ ഭായി സ്ഥലം നമ്മുടേത്, ആൾക്കാർ നമ്മുടേത്. ഇവന്മാര് പിന്നെ എന്ത് കാണിക്കാനാ നമ്മളെ? മജ്നു, ചിലപ്പോ സ്ഥലം നിങ്ങളുടേതായിരിക്കും, ആൾക്കാരും നിങ്ങളുടേതായിരിക്കും. പക്ഷേ ഞങ്ങളുടെ സമയമാ. നിങ്ങൾ നന്നായില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഒരിക്കലും വെറുതെ വിടുകയില്ല. എടാ പോപ്പട്ടെ, ഹേയ്, നീ എന്താ പറയാൻ വരുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതായത് നിന്നെ ഞങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്നല്ലേ. പക്ഷെ ചുക്ക് പരുവത്തിലാക്കാൻ പറ്റും. നിന്നെ ട്രക്ക് കയറ്റി ജയിലിലേക്ക് വിടുകയും ചെയ്യും. സംശയമുണ്ടോ? എടാ മജനോ, ഇനി പിടിക്കപ്പെടാൻ പാടില്ല. വളരെ പാടുപെട്ട പുറത്തെത്തിയത്. അതുകൊണ്ട് ഇനി അകത്ത് പോകുന്ന പ്രശ്നമില്ല. പിടിക്കവന്മാരെ. ചേട്ടാ അടിപൊളിയായിട്ടില്ലേ? ഞാൻ നമ്മുടെ ഓൾഡ് മെമ്മറീസിന്റെ ഓർമ്മക്കായി വെച്ച പാർട്ടിയാ ചേട്ടാ. ഓൾഡ് മെമ്മറീസ് ഒക്കെ എത്ര ഓൾഡ് ആയാലും നമുക്ക് എപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ടേ തോന്നൂ. അതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ്. സംശയമുണ്ടോ? എടാ, പോപ്പട്ടെ, നീ ജ്ഞാനം വിളമ്പാതെ ആ ഭക്ഷണം വിളമ്പി കഴിക്ക്. എന്തായാലും പൊളിച്ചു. എടാ കിറ്റ്കിറ്റേ, കാലം ഒരുപാട് മാറിപ്പോയി. ഇവിടെ വെച്ച് പഴയ ഫ്രണ്ട്സിനെ കണ്ടപ്പോ ഒരുപാട് സന്തോഷം. എന്തരപ്പി നിങ്ങൾ പാർട്ടികളും മറ്റേ എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ? ഞാനും നല്ല ഹാപ്പിയാണ് കേട്ടാ. ഇവനെ കണ്ടിട്ട് ഹണിയെ പോലെ ഉണ്ടല്ലോ. എന്തൊരു ചെല്ലക്കണേ, നീ എന്റെ പേര് മാറ്റം നോക്കിയാണ്. ഞാൻ ടോപ്പറാണ്, ടോപ്പർ, ബില്ലു ടോപ്പർ. സത്യത്തിൽ ഈ ലോക്കൽ ഭാഷ കേട്ടിട്ട് നല്ല രസം തോന്നുന്നുണ്ട്. എന്തുട്ടാ കടിയേ, നീ എന്തിനാ കിടന്ന് വായിട്ടളിക്കുന്നേ? അവിടെ നല്ല ചിമിട്ടും പാട്ടിട്ടൊക്കെ കേട്ടില്ല നീ? ഇങ്ങനെ കുന്തം പിഴുങ്ങി പോലെ നിൽക്കാതെ പോയി ഡാൻസ് ചെയ്യ്. ജാക്സന്റെ സ്റ്റെപ്പിട്ട് പോയി കളിക്കേ. ഇവന്റെ സ്ലാങ് കേട്ട് കൂളായി ഞാൻ. കുളിസടക്കുന്നുണ്ട് അവിടെ കിട്ടുമെന്ന്. ഞാന് തീയാട്ടാ, തീപ്പൊന്നും തങ്കച്ചൻ. എന്നെ കിട്ടല്ലേ തീപാറും തീ. ഈ സ്ലാങ് കേൾക്കാനും നല്ല രസമുണ്ട്. എല്ലാവർക്കും അവരുടേതായ സ്റ്റൈലും ഉണ്ട്. സംശയമുണ്ടോ? വരണം വരണം മിസ്റ്റർ ഇന്ദുചൂടൻ. കിറ്റ്കിറ്റ്, ഇനി എനിക്കൊന്നും പറയാനില്ല. അത് ഗംഭീരമായിട്ടുണ്ട്. ബാക്കിയുള്ളവര് ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. നീ ഞങ്ങളുടെ ചങ്കാണ്. വന്നേടാ മക്കളെ, നമുക്ക് പോയി എൻജോയ് ചെയ്യാം. വന്നേ. പോപ്പട്ടെ, പാർട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനവിടെ പാർട്ടിക്ക് എന്നിട്ട് ലുങ്കി ഡാൻസ് കളിക്കായിരുന്നില്ലേ? അതിന് നീ ഇപ്പൊ ലുങ്കി ഒന്നും ഉടുത്തിട്ടില്ലല്ലോ. എന്റെ മച്ചാന് നമ്മുടെ സ്റ്റൈലിന് വേണ്ടി പറഞ്ഞേ ഉള്ളൂ. മച്ചാനോ? ഞാൻ മച്ചാനൊന്നുമല്ല, ഞാനേ ഹണിയാണ്. നിനക്ക് എന്താണ് ഈ പറ്റിയേ? നീ എന്ത് ഭാഷയായി പറയുന്നേ? ഇത് കൊച്ചിയിലെ കൊച്ചുകളുടെ ഭാഷ മച്ചനെ. സംശയമുണ്ടോ? എനിക്ക് സംശയമുണ്ട്. നിന്റെ കൂട്ടുകാരും ഇതേപോലെ പറഞ്ഞൊന്നും ഞാൻ കേട്ടിട്ടില്ല. മരമാക്രി, വെറുതെ വായിട്ടളിച്ച സീനാക്കി കളയും. എന്റെ തലമണ്ട കയറുന്ന ബാൻഡ് വായിക്കും. അതും എന്റെ അമ്മയ്ക്കാണ് സത്യം. അതെ, ഒരുപാടായി. ഇതോടെ മതിയാക്ക്, അല്ലെങ്കിലേ ഞാൻ മാഡത്തിനോട് പറഞ്ഞു കൊടുക്കും. അതിന് കുമ്പാരി എന്തിനാ വിഷമിക്കണേ? ഞാൻ മച്ചാന് വേണ്ടി നല്ല ഒന്നാം തരം ഫിഷ് ഫ്രൈ കൊണ്ടുവന്നിട്ടുണ്ട്. മച്ചാനെ, നിന്റെ ഈ ഫിഷ് ഫ്രൈയും കൊള്ളാം, നിന്റെ ഈ ഭാഷയും കൊള്ളാം. പോപ്പട്ടെ, നീ ഇങ്ങനെ സംസാരിച്ച നാട്ടുകാർ നീ ഗുണ്ടയാണെന്ന് കരുതും. കല്ലെറിഞ്ഞ് ഓടിക്കും നിന്നെ. അത് മാത്രമല്ല, ചിലപ്പോ പോലീസുകാരെ പിടിച്ചോണ്ട് പോവുകയും ചെയ്യും നിന്നെ. കണ്ടില്ലേ? ഞാൻ കണ്ടു. പക്ഷെ ഉമ്മ ഇതൊന്നും കണ്ട് പേടിക്കില്ലേട്ടാ. എന്റെ അമ്മച്ചിയാണ് സത്യം. ഞാൻ തീയാണ് തീ. എന്നെ തൊട്ടാലുണ്ടല്ലേ, തൊട്ടവൻ കരിഞ്ഞു പോവും. സംശയണ്ടാ? നീ ഫ്രണ്ടല്ല, നിനക്ക് സ്നേഹമില്ല, ഒരു ഉത്തരവാദിത്വം ഇല്ല. അത് മാത്രമല്ല, ഇപ്പൊ കാണുന്ന നീ പോപ്പട്ടയല്ല. എന്താ ഈ പറയണത്? അപ്പൊ പിന്നെ ഞാൻ ആര്? നീ പൊട്ടനാടാ, പൊട്ടൻ. വേഗം തിരിച്ചു വാ. മച്ചാനെ, അതിനിപ്പോ എന്താണ് പ്രോബ്ലം? ഇത് കൊച്ചിയിലെ മച്ചാമാരുടെ സ്റ്റൈലാണ്. നിനക്കത് മനസ്സിലാവില്ല. മച്ചാമാർക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയോ? പോടെ പോടെ, വീട്ടിൽ പോടെ, ഇല്ലെങ്കിൽ നിന്റെ തലമണ്ട അടിച്ചു വിളിക്കും. എടേ പരട്ട മഞ്ഞക്കിളി, ആകാശത്തോടെ പറക്കണ വിമാനത്തിന് മുന്നില് പട്ടം പോലെ കിടന്ന് പറക്കാൻ നോക്കല്ലേ. മനസ്സിലാക്കി വിട്ടോ. നീ ഏതാടാ? എന്റെ പേര് കേട്ട് കഴിഞ്ഞാ കേരളത്തിലെ 14 ജില്ലകളും കിടുകിട അങ്ങോട്ട് വിറയ്ക്കും. എന്റെ അഭ്യാസങ്ങളൊന്നും താങ്ങാൻ എന്നെ കൊണ്ടൊക്കെ പറ്റിയെന്ന് വരില്ല. ഞങ്ങൾ ആരാണെന്ന് നിനക്ക് അറിയത്തില്ല. നിങ്ങളെപ്പോലുള്ള അലവലാദികളെ ഞങ്ങൾ സ്ഥിരം കാണുന്നതാ. പെണ്ണുങ്ങളെ ശല്യം ചെയ്യുന്ന തെമ്മാടികൾ. ഞങ്ങളോടാരാ ചോദിക്കാൻ? ഇവനാണോ ഈ ഈർക്കിൽ? നീ എന്തിനാ എന്നെ വിളിച്ചത്? നരിന്ത? നരിന്തലടേ, ഞാൻ പരുന്ത്. പരുന്ത്. എന്റെ സ്വാങ്ങളും മറ്റും വളരെ മോശമാണ്. പോടെ പോടെ, വേഗം വീട്ടിൽ പോകാൻ നോക്കണേ. ചുമ്മാ പൊളപ്പുകൾ കാണിക്കാതെ പോടാ. വാവ് പോപ്പട്ടെ, എന്താ ഒരു സ്റ്റൈല്.
എന്തിനാ നിന്റെയൊക്കെ ചെവി കേട്ടൂടെ? മര്യാദയ്ക്ക് ഇവിടുന്ന് പോയില്ലെങ്കിൽ തേങ്ങ പൊളിക്കുന്നല്ലോ പൊളിച്ചുകളയും. സംശയമുണ്ടോ? ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നോ? കുറെ നേരമല്ലോ ഓടിക്കളിക്കണേ. നീ നമുക്ക് കുറച്ച് ആക്ഷനൊക്കെ ആയാലോ? എടാ നാട്ടിൽ പുതിയ ഗുണ്ട വന്നു. വാ നമുക്ക് പോയി ചേട്ടനോട് പറയാം.